നിയമം ലംഘിക്കാനുള്ളതാണെന്ന തെറ്റായ ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ പലപ്പോഴും ചെന്ന് ചാടുന്നത് തിരിച്ചു പിടിക്കാനാവാത്ത വലിയ അപകടങ്ങളിലേക്കാണ്. നിയമങ്ങൾ എന്നത് ഒരു സമൂഹത്തിന്റെ സുഗമമായ നിലനിൽപ്പിനും വ്യക്തികളുടെ സുരക്ഷയ്ക്കുമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ രാജ്യത്തെയും നിയമവ്യവസ്ഥ അനുസരിച്ച് ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് വെറും ഒരു പിഴയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരും. ഇക്കാലത്ത് CCTV ക്യാമറകളും ഡിജിറ്റൽ സംവിധാനങ്ങളും വഴി നിയമലംഘകരെ കണ്ടെത്തുക എന്നത് അധികൃതർക്ക് വളരെ എളുപ്പമാണ്. ദുബായിലെ നിരത്തുകളിൽ അതിസാഹസികത കാണിക്കുന്നവർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വമ്പൻ തിരിച്ചടികൾ വരുന്നുണ്ട്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയും മറ്റുള്ളവരുടെ ജീവൻ പണയപ്പെടുത്തിയും അമിത വേഗത്തിൽ പായുന്നവർക്ക് ഇനി പിഴയടച്ചങ്ങനെ എളുപ്പം ഊരിപ്പോരാനാകില്ല. സ്മാർട്ട് നിരീക്ഷണ സംവിധാനങ്ങളും ഹൈടെക് ക്യാമറകളും നിങ്ങളെ ഓരോ നിമിഷവും പിടികൂടാൻ കാത്തിരിക്കുകയാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ നിങ്ങളുടെ പ്രവാസ ജീവിതം തന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കാരണമായേക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? നിയമം കയ്യിലെടുക്കുന്നവരെ കാത്തിരിക്കുന്ന കടുത്ത ശിക്ഷാ നടപടികളെക്കുറിച്ചും ദുബായ് പോലീസിന്റെ പുതിയ സുരക്ഷാ നിർദ്ദേശങ്ങളെക്കുറിച്ചും കൂടുതൽ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഒരു ചെറിയ അബദ്ധം വലിയൊരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ തകർത്ത് കളയുന്നത് എങ്ങനെയെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. റോഡുകളിൽ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി അമിത വേഗത്തിലും ലൈൻ മാറ്റിയും അഭ്യാസം കാണിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ദുബായ് അധികൃതരാണ് ഇതിപ്പോ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്തരം പ്രവണതകൾ ഗുരുതരമായ വാഹന അപകടങ്ങൾക്കും ജീവഹാനിക്കും കാരണമാകും. അത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിന്റെ ഈ നടപടി. വാഹനം ഓടിക്കുന്നവരുടെ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം വ്യക്തമാകുന്ന ഒട്ടേറെ വീഡിയോകൾ പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചതായി ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗം പറയുന്നുണ്ട്. വേഗം കൂടിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വഴി നൽകാതിരിക്കുക, പെട്ടെന്ന് ലൈൻ മാറുക, മുൻപിലെ വാഹനത്തോട് മതിയായ അകലം പാലിക്കാതിരിക്കുക, ബോധപൂർവം മറ്റു വാഹനങ്ങളെ തടസ്സപ്പെടുത്തുക തുടങ്ങിയവയാണ് പ്രധാന നിയമലംഘനങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരം പ്രവർത്തികൾ വാഹനത്തിന്റെ നിയന്ത്രണം പെട്ടെന്ന് നഷ്ടമാകാനും ഒന്നിലധികം വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനും ഒക്കെ കാരണമാകും. ഇത് ഡ്രൈവർമാരുടെ മാത്രമല്ല മറ്റ് യാത്രക്കാരുടെയും സുരക്ഷയെ വലിയ തോതിൽ ബാധിക്കുന്നു. റോഡിലെ ഇത്തരം നിയമലംഘനങ്ങൾ പലപ്പോഴും ഡ്രൈവർമാർ തമ്മിലുള്ള തർക്കങ്ങളിലേക്കും വാക്കുതർക്കങ്ങളിലേക്കും ഒക്കെ നയിക്കാറുണ്ട്. ഇത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നതിനൊപ്പം സാമൂഹിക സുരക്ഷയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. റോഡ് സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്ന ദുബായ് പോലീസ് നിയമലംഘകരെ കണ്ടെത്താൻ നേരിട്ടുള്ള പരിശോധനകൾക്ക് പുറമെ സ്മാർട്ട് നിരീക്ഷണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ ഹൈടെക് ക്യാമറകളുടെ സഹായവും തേടും. ജീവന് ഭീഷണിയാകുന്ന ഏത് തരം നിയമലംഘനങ്ങളെയും നിയമപരമായി നേരിടും. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാ വാഹന ഉടമകളും ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറേണ്ടതാണ്. ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണം. പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിയമലംഘനം എന്നത് അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ചെറിയൊരു നിയമലംഘനം പോലും നാടുകടത്തലിലേക്കും ആ രാജ്യത്തേക്ക് പിന്നീട് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ആജീവനാന്ത വിലക്കിനുമൊക്കെ കാരണമാകും. ഇതൊരു വ്യക്തിയുടെ മാത്രമല്ല, അയാളെ വിശ്വസിച്ച നാട്ടിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ കൂടി സ്വപ്നങ്ങളെയാണ് തകർത്തെറിയുന്നത്. അപ്പോൾ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്, അവ ലംഘിക്കാനുള്ളതല്ല. ദുബായ് പോലീസ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണം. നമുക്കറിയാം, ഒരുപാട് റോഡ് അപകടങ്ങൾ നടക്കുന്നുണ്ട്. അത് ദുബായിലും മാത്രമല്ല, നമ്മുടെ നാട്ടിലും ഉണ്ട്. അതിൽ പലതും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്. എത്ര ജീവനുകളാണ് വർഷാവർഷം റോഡുകളിൽ പൊലിയുന്നത്. അപ്പൊ നിയമം പാലിക്കാനുള്ളതാണ്, ലംഘിക്കാനുള്ളതാണെന്ന തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പിഴയും നാടുകടത്തലും ഒക്കെ ആയിരിക്കും.